എല്ലാ മച്ചാന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഒറിഗാമി ഐറ്റമായിട്ടാണ്. ഒരു ഒറിഗാമി അരയനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് അവിടെ പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പേപ്പർ ഒന്നിൻ്റെ വീതി എന്ന് പറയുന്നത് 1.5 ഇഞ്ചും നീളം വരുന്നത് 2.5 ഇഞ്ചുമാണ്. ഇങ്ങനത്തെ 1100ഓളം പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കണം. ഈ എല്ലാ 1100 പീസും നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുത്തിട്ട് അതിങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അരയന ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് 50 A4 ഷീറ്റുകളാണ്. ഏകദേശം ഒരു A4 ഷീറ്റ് വന്ന് 23 പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 50 A4 ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് ഏകദേശം കണക്ക് കൂട്ടുമ്പോൾ കറക്റ്റായിട്ട് 1150 പീസാണ് വരുന്നത്. 1150 പീസ് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കണം. ഏകദേശം നല്ലൊരു ടൈം വരുന്നുണ്ട്. ഏകദേശം ഒരു 8-9 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയി ഇതിനു വേണ്ടി വർക്ക് ചെയ്തപ്പോഴാണ് ഇത് ഫുള്ളായിട്ട് മടക്കിയെടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അത്രയും ടൈം ഇതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഇത് ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ പീസും ഇതാ ഇവിടെ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരയന ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിത് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഏകദേശം 30 പീസ് ഒരു ലെയറിൽ വരുന്ന അങ്ങനത്തെ 3 ലെയറുകളാണ് വേണ്ടത്. മുകൾക്ക് ഇങ്ങനെ 3 ലെയറായിട്ട് 30 പീസാണ് ഒരു ലെയറിൽ വേണ്ടത്. അങ്ങനെ നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മളത് കറക്റ്റായിട്ട് 30 പീസ് ജോയിൻറ്റ് ചെയ്ത് അതുപോലത്തെ 3 ലെയറാക്കി കഴിയുമ്പോൾ ഒരു വൃത്തത്തിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഏറ്റവും നല്ല കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു പീസ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ അതൊന്നായിട്ട് പൊളിഞ്ഞു പോകും. പിന്നെയും തൽക്കാലം നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ മണിക്കൂറുകളോളം നമ്മളിതിന് വേണ്ടി മെനക്കെടും. അത് ഫുള്ള് ഒറ്റയടിക്ക് കൊളായി പോകും. വീണ്ടും നമ്മൾ തൽക്കം തുടങ്ങേണ്ടി വരും. അപ്പോൾ ഞാൻ ഇത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റത്തെ ലെയർ തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ ആയി കിട്ടാൻ. ഏകദേശം ഒരു 3-4 തവണ ചെയ്തപ്പോഴാണ് ഫസ്റ്റ് നമുക്കിത് റെഡി ആയി കിട്ടിയത്, ഇതുപോലെ വൃത്തായി കിട്ടിയത്. ഒരു പീസ് നമുക്ക് മാറി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പിന്നെ നമുക്ക് അതിൽ ആ സ്ഥലത്തേക്ക് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി തലക്കുന്ന ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ അവസാനം ഇതിൻ്റെ ഫസ്റ്റത്തെ 3 ലെയറുകളും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇനി വരുന്ന ലെയർ നമ്മൾ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത പോലെയല്ല. ഇത് നമ്മൾ 30 പീസ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ പുറമേക്ക് അത് 60 ഭാഗങ്ങളുണ്ടാവും. ആ 60 ഭാഗങ്ങൾ 2 കൂട്ടി ഒന്ന് ജോയിൻറ്റ് ചെയ്യുക. പിന്നെ ഒന്നിമ മാത്രം ഒന്ന് ജോയിൻറ്റ് ചെയ്യുക. അങ്ങനെ വീണ്ടും 2 ചെയ്യുക, 1 ചെയ്യുക. അങ്ങനെ 2 1 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണം. ഈ ഒരു ലെയർ മാത്രം നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കിത് കറക്റ്റ് ഒരു ബൗൾ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ബൗൾ പോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലെയർ മാത്രം ഇങ്ങനെ ചെയ്യണം. ഇനി ഇതിൻ്റെ മുകൾക്ക് ഏകദേശം ആദ്യം നമ്മൾ 3 ചെയ്തു. പിന്നെ 4ാമത്തെ ലെയറാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾക്ക് ഏകദേശം 7 ലെയറും കൂടി വേണം. ആ 7 ലെയർ ഒരുപോലെ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്നാലേ കറക്റ്റ് ഒരു ബൗൾ പോലെ നമുക്ക് കിട്ടും. 4ഉം 7ഉം മൊത്തം 11 ലെയറുകളാണ് നമുക്കിത് ഒരു ബൗൾ പോലെ ആയി കിട്ടാൻ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 30 വെച്ചിട്ടുള്ള 3 ലെയർ ചെയ്തു. അതിന് ശേഷം ഒരു ലെയർ വ്യത്യസ്തമായിട്ട് ചെയ്തു. അതിന് ശേഷം ഒരു 7 ലെയർ ആദ്യം ചെയ്ത പോലെ തന്നെ അതേപോലെ റിപ്പീറ്റ് ചെയ്ത് ഒരു 7 ലെയറും കൂടി അതിൻ്റെ മുകൾക്ക് ഉണ്ടാക്കണം. അപ്പോൾ കറക്റ്റ് നമുക്കൊരു ബൗളായിട്ട് കിട്ടും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഒന്നുപോലും കൊള്ളാൻ പാടില്ല. ഒന്ന് കൊള്ളായാൽ വീണ്ടും തലക്കുന്ന സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ വീണ്ടും തലക്കുന്ന സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഒന്നുപോലും കൊള്ളാവാതെ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 11 ലെയറുകൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമുക്കൊരു ബൗൾ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തല വരുന്ന ഭാഗമാണ് ചെയ്യേണ്ടത്. തല വരുന്ന ഭാഗത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 8 പീസ് വെക്കുക. അതിൻ്റെ മുകൾ 7 6 5 4 3 2 വരെ ചെയ്താൽ മതി, 1 ചെയ്യേണ്ട. അപ്പോൾ ഈ 2 വരെ ചെയ്തതിന് ശേഷം അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് അവസാനത്തിൽ നമ്മൾ ഇതിൻ്റെ തല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകൾക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ 2 വരെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഈ തലയുടെ ഭാഗം നമ്മൾ 8 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 7 ലെയറുകൾ അവസാനത്തെ ഒരു ലെയർ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള 7 ലെയറുകൾ നമ്മൾ ചെയ്ത് തരുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ത്രികോണ രൂപത്തിൽ നമുക്ക് കിട്ടും.
അടുത്തതായിട്ട് നമ്മളിതിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് 2 ചിറകുകളാണ്. അപ്പോൾ ഒരു ചിറക് നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 13 പീസാണ് വെക്കുന്നത്. 13, 12, 11 അങ്ങനെ മുകളിലോട്ട് പോകും. അങ്ങനെ ഈ 13 ലെയറുകൾ നമ്മൾ ചിറകിന് വേണ്ടി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചിറക് കറക്റ്റ് നമുക്കൊരു ചിറകിൻ്റെ ഹൈറ്റ് നല്ല ഹൈറ്റിൽ നമുക്കൊരു ചിറക് കിട്ടും. ഈ ചിറക് നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ചെറുതായിട്ട് ബാക്കോട്ട് ചെരിച്ചിട്ട് കൊണ്ടുപോകണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ചിറകിൻ്റെ ഒരു രൂപം നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റ് ഒരു ത്രികോണം നമ്മൾ ആദ്യം തല ചെയ്ത പോലെ തന്നെ തലേൻ്റെ ഭാഗം ചെയ്ത പോലെ തന്നെ ഒരു ത്രികോണമാണ് വന്നത്. അതുപോലെ തന്നെ കുത്തനെ ത്രികോണം വരും. അപ്പോൾ അത് കറക്റ്റ് ചെരിച്ച് മുകളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അവസാനം നമുക്ക് ആയി വരുമ്പോൾ നമുക്കൊരു 13 ലെയർ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ചിറക് പോലെ നമുക്കത് കിട്ടും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചിറകിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചിറകും ഇതുപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ 2 ചിറകുകളും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ വാലിൻ്റെ ഭാഗമാണ്. വാല് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 പീസ് വെച്ചിട്ടാണ്. 6, 5, 4, 3, 2, 1 അങ്ങനെ ഈ 6 ലെയറും ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് നമുക്കൊരു ത്രികോണം പോലെ കിട്ടും. ആ ത്രികോണം ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് ചെരിച്ച് വെക്കുക. ചെരിച്ച് വെക്കുമ്പോൾ നമുക്ക് വാലിൻ്റെ പോലെ തന്നെ നമുക്കതായി കിട്ടും. അപ്പോൾ നമ്മുടെ വാലിൻ്റെ പണി ഇതാ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം നമുക്ക് ഇതിൻ്റെ തലേൻ്റെ ഭാഗം ഉണ്ടാക്കണം. അപ്പോൾ തല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 വെച്ചിട്ടാണ്. 1, 2, 3, 2, 3 അങ്ങനെ പോകണം. അപ്പോൾ ആദ്യം 1 വെക്കുക, അതിന് ശേഷം അതിൻ്റെ ബാക്കിൽ 2 വെക്കുക, അതിൻ്റെ ബാക്കിൽ നേരെ 3 വെക്കുക, പിന്നെ നമ്മൾ 4 വെക്കരുത്, അതിന് പകരം 2 വെക്കുക, പിന്നെ 3 വെക്കുക, 2 വെക്കുക. അപ്പോൾ നമുക്ക് തലേൻ്റെ ഒരു ഭാഗം കിട്ടും. അത് കഴിഞ്ഞിട്ട് 2, 1, 2, 1, 2, 1 ഇങ്ങനെ ഒരു 8 ലെയർ ഇങ്ങനെ വെക്കുക, 8 ലെയറോളം വെക്കുക. അത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു തലേൻ്റെ രൂപം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഏറ്റവും അവസാനത്തെ പണി നമ്മളിവിടെ തീർത്തിട്ടുണ്ട്. തല നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ജസ്റ്റ് അതിലേക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. നേരത്തെ ഉണ്ടാക്കി വെച്ച പോർഷനിലേക്ക് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ അരയന്നത്തിൻ്റെ പണി ഇവിടെ ഫുള്ള് കഴിഞ്ഞ്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം 1150 പീസോളം നമ്മൾ കട്ട് ചെയ്തെടുത്ത് മടക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ഒന്നുപോലും ബാക്കിയായില്ല. മൊത്തം നമ്മൾ ഇതിന് യൂസ് ചെയ്യേണ്ടി വന്നത് മൊത്തം ഇതിലേക്ക് ചിലവായിട്ടുണ്ട്. ഒരു പീസ് പോലും ബാക്കിയായിട്ടില്ല. അപ്പോൾ ഏകദേശം 15 മണിക്കൂറോളം നമ്മൾ ഇതിന് യൂസ് ചെയ്തിട്ടുണ്ടാകും. ഇതുപോലെ ആക്കിയെടുക്കാൻ ഒരുപാട് പ്രാവശ്യം അത് കേടന്ന് വീണ്ടും തൽക്കുന്ന നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടാണ് ഈ രൂപത്തിലാക്കിയെടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കുക. ഇതുപോലുള്ള മറ്റ് അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.